നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സൂര്യ വുഡ് ആനപ്പെരുമയിലേക്ക് സുസ്വാഗതം. ആന കേരളത്തിനുണ്ടായ തീരാ നഷ്ടങ്ങളിലൊന്നാണ് ശിവസുന്ദറിൻ്റെ വിയോഗം. തലയെടുപ്പിൻ്റെ താരവും അഴകിൻ്റെ തമ്പുരാനും പൂരനായകനുമായിരുന്ന തിരുവമ്പാടി ശിവസുന്ദറിൻ്റെ വിയോഗം ഇപ്പോഴും പൂരപ്രേമികൾക്കും ആനപ്രേമികൾക്കും തട്ടകക്കാർക്കുമൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അത്രമാത്രം പ്രിയങ്കരനായിരുന്നു ശിവസുന്ദർ എന്ന സഹ്യപുത്രൻ. ഇവൻ്റെ വിയോഗം അത്രമാത്രം നീറ്റലും വിടവുമാണ് ആനപ്രേമികളിൽ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഉത്സവപ്പറമ്പുകളിൽ കിരീടം വയ്ക്കാത്ത രാജാവായി വിലസുകയും 15 വർഷത്തോളം തിരുവമ്പാടിയുടെ പൂരനായകനായി നിറഞ്ഞു നിൽക്കുകയും ചെയ്ത തിരുവമ്പാടി ശിവസുന്ദറിനെ കുറിച്ചുള്ള അധ്യായമായിരുന്നു ആനപ്പെരുമയുടെ എപ്പിസോഡുകളിൽ ഏറ്റവും മികച്ച ഒരു അധ്യായമായിരുന്നത്. അങ്ങനെയുള്ള ശിവസുന്ദറിനെ അനുസ്മരിക്കേണ്ടി വന്നതിൽ ഞങ്ങൾ ആനപ്പെരുമ സംഘത്തിനും ഏറെ ദുഃഖമുണ്ട്. എല്ലാവർക്കുമൊപ്പം ഞങ്ങളും ആ സങ്കടത്തിൽ പങ്കുചേരുകയാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ. ആനക്കേരളത്തിനും ആനപ്രേമികൾക്കും അടുത്തിടെയായി തീരാ ദുഃഖങ്ങളുടെ കാലമാണ്. പ്രായാധിക്യം മൂലവും എരണ്ടക്കെട്ട് മൂലവും നിരവധി കൊമ്പന്മാരാണ് വിട പറഞ്ഞത്. എന്നാൽ ഏവരിലും തീരാ ദുഃഖത്തിൻ്റെ കനലേരിയുന്ന നൊമ്പരവും ഹൃദയം പൊട്ടുന്ന നോവും ഉണ്ടാക്കിയാണ് ശിവസുന്ദർ എന്ന സഹ്യപുത്രൻ്റെ അപ്രതീക്ഷിത വിയോഗം. അഴകിൻ്റെ തമ്പുരാൻ തിരുവമ്പാടി ശിവസുന്ദർ തങ്ങളെ വിട്ടുപോയതായി വിശ്വസിക്കുവാനോ ആ വാർത്ത ഉൾക്കൊള്ളുവാനോ ആനപ്രേമികൾക്കോ പൂരപ്രേമികൾക്കോ തട്ടകക്കാർക്കോ ഇനിയുമായിട്ടില്ല. ഏവർക്കും അത്രമാത്രം പ്രിയങ്കരനും കണ്ണിലുണ്ടിയുമായിരുന്നു ശിവൻ എന്ന സഹ്യവീരൻ. ആദ്യം എരണ്ടക്കെട്ടെന്ന മഹാമാരി വില്ലനായി ശിവസുന്ദറിൻ്റെ ജീവിതത്തിലേക്ക് കടന്നെത്തിയെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് ഇവൻ ജീവിതപാതയിലേക്ക് തന്നെ നടന്നു കയറിയിരുന്നു. പിന്നീട് വിധിയുടെ ക്രൂരത എന്ന പോലെ ഒരിക്കൽ കൂടി എരണ്ടക്കെട്ട് ശിവനെ ഏറെ നോവിക്കുകയും തളർത്തുകയും ചെയ്തപ്പോഴും അസുഖം വില്ലനായി മാറിയപ്പോഴും ഈ ഗജരാജൻ ജീവിതത്തിലേക്ക് പഴയതുപോലെ തന്നെ ശക്തിയായി തിരിച്ചു വരുമെന്ന് ഏവരും ഏറെ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ നിരവധി പൂജകളും പ്രാർത്ഥനകളും ഇവനെ ഏറെ സ്നേഹിക്കുന്നവർ നടത്തിയിട്ടും ഒരു ദൈവനിയോഗം കടക്കെ ശിവൻ അമ്പാടിക്കണ്ണൻ്റെ പാദങ്ങൾ പൂകി. ഇത്ര പെട്ടെന്ന് ശിവൻ ഇഹലോകവാസം വെടിയുമെന്ന് ആരും ഒരിക്കൽ പോലും കരുതിയിട്ടുണ്ടാകില്ല. പലരും ശിവന്റെ വിയോഗം ഏറെ ഞെട്ടലോടെയും നെഞ്ചു തകരുന്ന നൊമ്പരത്തോടെയുമാണ് ഏറ്റെടുത്തത്. ശിവന്റെ വിയോഗ വാർത്തയറിഞ്ഞ് എല്ലാവരും മനമൊരുകി കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഇവനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നെന്നും നെഞ്ചേറ്റിയിരുന്നുവെന്നും പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ശിവനെ അവസാനമായി ഒരു നോക്ക് കാണാൻ കേരളത്തിലെ അങ്ങോളമിങ്ങോളമുള്ള ആയിരങ്ങൾ തിരുവമ്പാടി കൗസ്തുഭത്തിനടുത്തുള്ള ആനപ്പറമ്പിലെത്തിയതും ഇതിനൊരു ഉദാഹരണമാണ്. ഗുരുവായൂർ കേശവന്റെ വിയോഗത്തിന് ശേഷം ആനപ്രേമികൾ ഇത്രമാത്രം കണ്ണീർ പൊഴിച്ചിട്ടുള്ളത് ശിവന്റെ വേർപാടോർത്തായിരിക്കാം. മന്ത്രിമാരും മറ്റു പ്രമുഖരുമടക്കം സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്നും ഒഴുകിയെത്തിയ ജനസഞ്ചയവും ശിവന് ജനഹൃദയങ്ങളിൽ അത്രമാത്രം സ്ഥാനമുണ്ടായിരുന്നു എന്നതിന് തെളിവാണ്. ശിവസുന്ദർ ചേതനയറ്റുകിടക്കുന്ന രംഗം സങ്കൽപ്പിക്കാൻ പോലും ഇവനെ നെഞ്ചിലേറ്റുന്നവർക്ക് കഴിയുന്നതല്ല. പക്ഷേ വിധിയെ പഴിച്ച് സ്ത്രീകളെന്നോ കുട്ടികളെന്നോ വ്യത്യാസമില്ലാതെ ഹൃദയം പൊട്ടുന്ന വേദനയോടെയാണ് അവസാനമായി ശിവനെ ഒരു നോക്ക് കാണാനെത്തിയവർ അലമുറയിട്ട് കരഞ്ഞത്. ഇത് കണ്ടുനിന്ന ഏവരിലും കരളലിയിക്കുന്ന കാഴ്ചയായി. ശിവനുമായുള്ള ഓർമ്മകൾ ഒരു നോവായി നൂലിഴകളിലൂടെ ആരാധക മനസ്സുകളിലേക്കിറങ്ങി അത് കണ്ണുനീർ തുള്ളികളായി ഓരോ മിഴികളിൽ നിന്നും പുറത്തേക്കൊഴുകുന്ന ആ കാഴ്ച കണ്ടുനിന്ന ഏവരുടെയും മനസ്സിൽ ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവുകൂടിയായി.
തിരുവമ്പാടി ചന്ദ്രശേഖരനും അർജുനനും ലക്ഷ്മിയും പാറമേക്കാവ് ദേവിദാസനുമടക്കം 9 ആനകൾ ശിവന് ആദരാഞ്ജലികൾ അർപ്പിക്കുവാനെത്തിയതും നൊമ്പരപ്പെടുത്തുന്ന ഒരു കാഴ്ചയായി മാറി. ശിവസുന്ദറിനെ പോലെയുള്ള നല്ല ആനകൾ വിട പറയുകയാണ്. ഈ നിലയ്ക്ക് പോയാൽ കേരളത്തിൽ നാട്ടാനകൾ തന്നെ ഇല്ലാതാകും. എലിഫൻ്റ് ഓണേഴ്സ് ഫെഡറേഷൻ ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? അതായത് ശിവസുന്ദറിൻ്റെ വേർപാട് നമ്മുടെ ആനലോകത്തെ അല്ലെങ്കിൽ ഉത്സവ ലോകത്തെ ഒരു ദേശീയ നഷ്ടമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം ഇത്രയും സൗന്ദര്യമുള്ള ഒരു ആന ഇനിയൊരു പക്ഷേ നമുക്ക് ചിത്രത്തിൽ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അതിൻ്റെ ആ ശിവസുന്ദറിൻ്റെ ഒരു വില ഒരു പക്ഷേ നമ്മുടെ ജനങ്ങൾക്ക് അറിയാതെ പോയി എന്ന് സംശയിക്കുന്നു. പക്ഷേ ജനങ്ങൾക്ക് അത്രമാത്രം ശിവസുന്ദറിൻ്റെ സ്നേഹമുണ്ട്. അതാണ് നമ്മുടെ ശിവസുന്ദറിൻ്റെ ആ അവസാന യാത്രയപ്പിനെ അത്രയധികം ജനങ്ങൾ വന്ന് അതിന് അന്ത്യോപചാരം അർപ്പിക്കാൻ വന്നത്. വർണ്ണനകൾക്കതീതമായ അഴകിൻ്റെ ആനരൂപമായിരുന്നു തിരുവമ്പാടി ശിവസുന്ദർ. ഇന്നോളം കണ്ട ആനപ്പിറപ്പുകളിൽ ഏറ്റവും പ്രിയപ്പെട്ടവനും മാതംഗശാസ്ത്രം അനുശാസിക്കുന്ന അഴകളവുകളുടെ മൂർത്തിമത് ഭാവവുമായിരുന്നു തിരുവമ്പാടി ശിവസുന്ദർ. ശിവനെക്കുറിച്ച് വർണ്ണിക്കാൻ ഒരു പക്ഷേ വാക്കുകൾ പോലും മതിയാകാതെ വരും. ഇനി ഇതുപോലെ എല്ലാം തികഞ്ഞ ലക്ഷണമൊത്തൊരു കൊമ്പൻ പിറവിയെടുക്കുമോ എന്നുപോലും ആനപ്രേമികൾക്ക് സംശയമാണ്. കേരളത്തിലെ 10 അടി ഉയരക്കാരിൽ പ്രമുഖനായിരുന്ന ശിവസുന്ദരൻ്റെ പ്രധാന പ്രത്യേകതകൾ നിലത്തെഴിയുന്ന സുന്ദരമായ തുമ്പിയും എഴുത്താണി പോലെയുള്ള വാലും എടുത്തു ഉയർന്ന അകന്ന കൊമ്പുകളുമാണ്. ഒട്ടേറെ ഗുണഗണങ്ങളുടെ വിളനിലമായ ഗജസൗന്ദര്യത്തെ മുൻപിൽ നിന്ന് നോക്കിയാലുള്ള മുഖശ്രീ തന്നെയാണ് ഉത്സവ കേരളത്തിൻ്റെ കിരീടം വയ്ക്കാത്ത താരരാജ ചക്രവർത്തിയായി, അഴകിൻ്റെ തമ്പുരാനായി, പുതിയ ലോകത്തിൻ്റെ ജനനായകനായി ശിവസുന്ദർ മാറാൻ കാരണവും. തിരുവമ്പാടി ദിവസത്തിന് മുതൽക്കൂട്ടായ ഒരു കൊമ്പനാണ് വിട പറഞ്ഞത്. പ്രത്യേകിച്ച് 15 വർഷം ദേവിയുടെയും കണ്ണൻ്റെയും തിടമ്പേറ്റിയ ഒരു ആനയാണ്. അപ്പോൾ എങ്ങനെ അനുസ്മരിക്കുന്നു ഈ ഒരു തീരാ ദുഃഖത്തെ അല്ലെങ്കിൽ വിയോഗത്തെ? തിരുവമ്പാടി ശിവസുന്ദർ 15 വർഷം മുൻപാണ് ഞങ്ങളുടെ അടുത്തെത്തിയത്. അതിനുശേഷം തൃശ്ശൂർ പൂരം അടക്കമുള്ള എല്ലാ ഞങ്ങളുടെ വിശേഷങ്ങൾക്ക് മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ ഉത്സവങ്ങൾക്കൊക്കെ തിടമ്പേറ്റുന്ന അതിസുന്ദരനായ ഒരാനയായിരുന്നു. അഴകിൻ്റെ തമ്പുരാൻ എന്നാണ് പലരും അതിനെ വിളിച്ചിരുന്നത്. ആ ആന ലക്ഷണയുക്തനായിരുന്നു, സൗമ്യ സ്വഭാവിയായിരുന്നു, എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു. അത് തികച്ചും ആകസ്മികമായാണ് ഞങ്ങളെ വിട്ടുപിരിഞ്ഞത്. ഞങ്ങൾ ഇനിയും 10-20 കൊല്ലം ഇതിൻ്റെ ജീവിതമുണ്ടാകുമെന്നാണ് ആഗ്രഹിച്ചിരുന്നതും പ്രതീക്ഷിച്ചിരുന്നതും. ആകസ്മികമായി ഉണ്ടായ ആ വേർപാട് ഞങ്ങളെ വല്ലാതെ വിഷമിപ്പിച്ചിരിക്കുകയാണ്. ആനച്ചന്തത്തിൻ്റെ കൺകണ്ട രൂപമായ ശിവസുന്ദരൻ്റെ കരിയഴകിന് മാറ്റുകൂട്ടുന്നതായിരുന്നു ഉയർന്ന മസ്തകം, വലിയ വായുകുംഭം, 18 നഖങ്ങൾ, പെരുമുഖം തുടങ്ങിയ സൗന്ദര്യ തികവുകൾ. അഴകിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, സ്വഭാവത്തിൻ്റെ കാര്യത്തിലും ശാന്തതയുടെ 100 അഴകായിരുന്നു ശിവനുണ്ടായിരുന്നത്. ചേതനയേറ്റ ശിവനെ കണ്ട് സ്ത്രീകളെന്നോ കുട്ടികളെന്നോ വ്യത്യാസമില്ലാതെ അലമുറയിട്ട് കരഞ്ഞെങ്കിൽ ശിവൻ എത്രമാത്രം പ്രിയങ്കരനായിരുന്നുവെന്ന് നമ്മൾക്ക് ഇതിലൂടെ ഊഹിക്കാൻ കഴിയും. ഉത്സവപ്പറമ്പുകളിലും തൃശ്ശൂർ പൂരത്തിൻ്റെ മടത്തിൽ വരവിനും തെക്കോട്ടിറക്കത്തിനുമെല്ലാം രാജകീയ വരവ് നടത്തുന്ന ശിവസുന്ദറിൻ്റെ ഓർമ്മയിലേക്ക് തന്നെ ഓടി ഒളിച്ചു കഴിഞ്ഞു. കോടനാട്ടെ ആനക്കൂട്ടിൽ നിന്നെത്തി പിന്നീട് പൂക്കോടൻ ശിവനായും പൂരനാട്ടിലെ പൂരനായകനായും ആനപ്രേമികളുടെ പ്രിയങ്കരനായുമെല്ലാം വിലസിയ ഒരു കൊമ്പനായിരുന്നു തിരുവമ്പാടി ശിവസുന്ദർ. 1000-ൽ 1 മാത്രം ലഭിക്കുന്ന ലക്ഷണ തികവുകളെല്ലാം ഒത്തിണങ്ങിയ ഒരു കൊമ്പൻ കൂടിയായിരുന്നു ശിവസുന്ദർ. ഇനി ഇങ്ങനെയൊരു കൊമ്പൻ ഉണ്ടാകുമോ എന്ന് പോലും സംശയമാണ്. ശിവസുന്ദറിനെ വർണ്ണിക്കാൻ വാക്കുകൾ പോരാ. പക്ഷേ എരണ്ടക്കെട്ടെന്ന രോഗം വില്ലനായി ഇവൻ്റെ ജീവൻ കവർന്നെടുത്തപ്പോൾ അതിൻ്റെ ഞെട്ടലിൽ നിന്ന് വിട്ടുമാറാൻ ഇപ്പോഴും ആർക്കും കഴിഞ്ഞിട്ടില്ല. ആനച്ചന്തത്തിൻ്റെ പൂർണ്ണത അല്ലെങ്കിൽ പര്യായം അതായിരുന്നു ശിവസുന്ദർ. തിരുവമ്പാടി അമ്പാടിക്കണ്ണൻ്റെയും ഭഗവതിയുടെയും പ്രിയതോഴനായിരുന്ന ഗജസൗന്ദര്യത്തിൻ്റെ ഈ മഴവിൽ കാവടിയഴക്.
ഉത്സവ പറമ്പുകളിലേക്ക് എത്ര കൊമ്പന്മാർ വന്നാലും ശരി, ഏവരുടെയും ശ്രദ്ധ തന്നിലേക്ക് ആവാഹിക്കുന്ന കരിസൗന്ദര്യത്തിൻ്റെ പൂർണ്ണ തികവ്. കോടനാട് കാടുകളിലായിരുന്നു ശിവസുന്ദർ എന്ന ഗജരാജ സൂര്യോദയത്തിൻ്റെ ജനനം. പിന്നീട് വാരിക്കുഴി എന്ന ചതിക്കുഴിയിൽ വീണ് അമ്മയ്ക്കു വേണ്ടി ആരുടെയും കരള് പിളർക്കുന്ന ദീനരോദനങ്ങളോടെ വാവിട്ട് കരഞ്ഞ് ആ കുഴിക്കു ചുറ്റും സ്വന്തം പെറ്റമ്മയ്ക്ക് വേണ്ടി ഓടി നടക്കുന്ന ഒരു ബാല്യമുണ്ടായിരുന്നു ശിവസുന്ദറിന്. ഏകദേശം 1.5 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ശിവന്റെ ദയനീയ കാഴ്ച കണ്ട് വനം വകുപ്പ് അധികൃതർ ആകെ ആശയക്കുഴപ്പത്തിലായെന്ന് മാത്രമല്ല, ആ അമ്മയെ എടുക്കണോ മകനെ സ്വീകരിക്കണോ, ഇനി രണ്ടുപേരെയും കാട് കയറ്റി വിടണമോ എന്ന ആശങ്കയിലുമായി. ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ആനപ്പാപ്പാനാണ് താൻ ഒത്തിരി ആനകളെ കണ്ടിട്ടും പിടിച്ചിട്ടുമുണ്ടെങ്കിലും ഇതുപോലെ മുഖശ്രീയും ലക്ഷണവും ഐശ്വര്യവും തികഞ്ഞ ഒരു കുട്ടിക്കൊമ്പനെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞത്. അങ്ങനെ അമ്മയാനയെ കാട് കയറ്റിവിട്ട് മുലകുടി മാറാത്ത ഈ കുട്ടിക്കൊമ്പനെ വനം വകുപ്പ് ഏറ്റെടുത്ത് കോടനാട്ടെ ആനക്കൂട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോരുകയായിരുന്നു. തൻ്റെ ജീവൻ്റെ ജീവനായ മകനെ അറുത്തുമാറ്റിക്കൊണ്ടു പോകുന്ന വാഹനത്തെ ഹൃദയം പൊട്ടുന്ന വേദനയോടെ നോക്കി നിൽക്കുമ്പോൾ പെറ്റമ്മയെ വേർപിരിയേണ്ടി വന്ന ദയനീയാവസ്ഥയോടെയുള്ള മകൻ്റെ ഹൃദയവേദനയും ഇപ്പോഴും മായാത്ത നൊമ്പരമായി അവശേഷിക്കുന്ന ഒന്നാണ്. ഒരു പക്ഷേ ശിവസുന്ദർ വർഷങ്ങൾക്കു ശേഷം സ്വന്തം അമ്മയുടെ അരികിലേക്ക് തന്നെ പോയതായിരിക്കാം. കോടനാട് ആനക്കളരിയിൽ നിന്നും അബൂബക്കർ എന്ന കച്ചവടക്കാരനിലേക്കും പിന്നീട് ചെങ്ങമനാട് സ്വദേശി മേനോന്റെ കയ്യിലേക്കും എത്തിപ്പെട്ട ശിവസുന്ദർ പിന്നീട് പൂക്കോടൻ ഫ്രാൻസിസിൻ്റെ അരുമയായി മാറുകയായിരുന്നു. തുടർന്ന് ഫ്രാൻസിസിൻ്റെ വീട്ടിലെ ഒരംഗത്തെപ്പോലെ 3 പതിറ്റാണ്ടിലേറെ പൂക്കോടൻ ശിവൻ എന്ന പേരിൽ കഴിയുകയും ചെയ്തു. ഇതിനിടെ കാട് കയറിപ്പോയ ഒരു ചരിത്രവുമുണ്ട് ശിവസുന്ദറിന്. ഒടുവിൽ ആനയെ മുടക്കു വെടിവെച്ച് വീഴ്ത്താൻ തീരുമാനിച്ചെങ്കിലും ഉടമയുടെയും നാട്ടുകാരുടെയും സ്നേഹലാളനകൾ ഏറ്റുവാങ്ങാൻ നാട്ടിലേക്ക് തന്നെ മടങ്ങിയെത്തിയ പൂക്കോടൻ ശിവന് കാലം കാത്തുവെച്ചത് ഉത്സവ പറമ്പുകളിൽ കിരീടം വയ്ക്കാത്ത ഗജരാജാവായി വിലസാനും 15 വർഷം തിരുവമ്പാടിയുടെ പൂരനായകനാകാനുള്ള സൗഭാഗ്യവുമായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗത്തിൻ്റെ പോലെ തന്നെയായിരുന്നു ശിവസുന്ദർ. അപ്പച്ചനെ എവിടെ വെച്ച് ശിവൻ കണ്ടാലും ആന കൊച്ചുകുട്ടികളെ പോലെ അടുത്ത് വന്ന് തുമ്പി കൈ കൊണ്ട് പിടിച്ച് വായിൽ കൊണ്ടുവയ്ക്കും. ഇരുപത്തിയെട്ട് വർഷങ്ങൾ തിരുവമ്പാടിയുടെ തിടമ്പേറ്റിയ ചന്ദ്രശേഖരൻ ചെരിഞ്ഞതോടെ ഒഴിഞ്ഞുകിടന്ന സിംഹാസനത്തിലേക്കായിരുന്നു ശിവസുന്ദർ നടയമരങ്ങൾ ഉറപ്പിച്ച് കടന്നുവന്നത്. അക്കാലത്ത് ഒരാനയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തുകയായ 28 ലക്ഷം രൂപയെന്ന മോഹവില നൽകി തട്ടകവാസിയായ വ്യവസായ പ്രമുഖൻ പത്മശ്രീ ഡോക്ടർ ടി.എ. സുന്ദർ മേനോനാണ് ശിവനെ 2003 ഫെബ്രുവരി 15 തിരുവമ്പാടി കണ്ണനു മുൻപിൽ നടയിരുത്തിയത്. തിരുവമ്പാടി ദേവസ്വത്തിൽ നടയിരുത്തിയെങ്കിലും മേനോനും ശിവനും തമ്മിൽ ഒരു ആത്മബന്ധം തന്നെയുണ്ടായിരുന്നു. ഇവൻ്റെ താമസവും ഭക്ഷണവും സുന്ദർ മേനോൻ്റെ വീട്ടിലായിരുന്നു എന്ന് മാത്രമല്ല, തൻ്റെ മകനെ പോലെയായിരുന്നു അദ്ദേഹം ശിവനെ സ്നേഹിച്ചതും പരിപാലിച്ചതും. ഗജലോകത്ത് നിന്നുള്ള ശിവന്റെ വേർപാട് സുന്ദർ മേനോന് സഹിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു. തൃശൂർ പൂരത്തിന് സ്വന്തം മകനെ പോലെ സദാസമയവും ശിവസുന്ദറിനെ വഴി നടത്താറുള്ള സുന്ദർ മേനോന് ഇപ്പോഴും ആനകളിലെ ഈ അവതാരപ്പിറവി കഥാവശേഷനായത് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. മകനെ പോലെ സ്നേഹിച്ച അടിയാട്ട അയ്യപ്പൻ എന്ന നാടനാന ആദ്യം വിട പറഞ്ഞു. തൊട്ടു പിന്നാലെ അതിലും ദുഃഖത്തിലായിക്കൊണ്ട് തിരുവമ്പാടി ശിവസുന്ദറും വിട പറഞ്ഞു. ഇനി ഇങ്ങനെ ഒരു ആന തന്നെ കേരളത്തിൽ ഉണ്ടാകുമോ എന്ന് പോലും സംശയമാണ്. ഈ വിയോഗത്തെ എങ്ങനെയാണ് അങ്ങ് ഉൾക്കൊണ്ടത്? എനിക്ക് മാത്രമല്ല, ഈ തിരുവമ്പാടി തട്ടകത്തിലെ എല്ലാവർക്കും
ഈ ആനയെ സ്നേഹിക്കുന്നവർക്ക് അതേമാതിരി പൂരപ്രേമികൾക്ക് ഒക്കെ ഒരു നികത്താനാവാത്ത ഒരു വിടവാണ് തിരുവമ്പാടി ശിവസുന്ദരൻ്റെ. അറിയാം, നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന്. ഒരു ഗജരാജനും ഇതുപോലെ കിട്ടാത്ത ഒരു യാത്രാമൊഴിയാണെന്ന് ജനങ്ങൾ ശിവസുന്ദരന് നൽകിയത്. ആയിരക്കണക്കിന് ആൾക്കാരവിടെ ഒഴുകി എത്തുകയായിരുന്നു. അതായത് തൃശ്ശൂരിൽ നിന്നും മാത്രമല്ല, കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും എത്തിയിരുന്നു. ഒരു നോക്ക് കാണാൻ പലർക്കും അവസരം കിട്ടാതെ വിഷമിച്ച് നിൽക്കുകയായിരുന്നു പുറത്ത്. ഞാൻ ആ കാഴ്ച കണ്ടാണ്. കാരണം 12 മണിക്ക് ആനയെ കോടനാട് കൊണ്ടുപോകണു എന്ന് പറഞ്ഞ് ഒരുപാട് പേര് ഒരു നോക്ക് കാണാൻ പറ്റാതെ പുറത്ത് നിന്ന് കഷ്ടപ്പെട്ടിരുന്നു. അത് എന്തുകൊണ്ടോ അത് കുറേ കൂടിയും സമയം ജനങ്ങൾക്ക് നൽകേണ്ടതായിരുന്നു. അത് ഈ കോടനാടുള്ള ചില റെസ്ട്രിക്ഷൻ കൊണ്ട് 5 മണിക്ക് മുമ്പ് അവിടെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അതിന് സാധിച്ചില്ല. ഒരു പതിറ്റാണ്ടിലേറെ അവന് തണലായും വഴികാട്ടിയായും ഒരച്ഛൻ്റെ സ്നേഹം ഊണിലും ഉറക്കത്തിലുമെല്ലാം പകർന്നേകി ഒപ്പമുണ്ടായിരുന്ന സാരഥി കൊല്ലങ്കോട് സ്വദേശി ചന്ദ്രനും ഇവൻ്റെ വിയോഗം ഉൾക്കൊള്ളാനായിട്ടില്ല. ആനച്ചന്തത്തിൻ്റെ അവസാന വാക്ക്, പൂരനഗരിയുടെ അഭിമാനം, ഉത്സവപ്പറമ്പുകളിൽ മിന്നിത്തിളങ്ങിയ ഗജരാജ ചന്തം, അഴകുകൊണ്ടും ശാന്തത കൊണ്ടും വലിയ ആരാധക വൃന്ദത്തെ തന്നെ ഉണ്ടാക്കിയെടുത്തവൻ, കോടനാട്ടെ ആനക്കൂട്ടിൽ നിന്നെത്തി ഉത്സവ കേരളത്തിൻ്റെ പ്രിയങ്കരനായി മാറിയ ഗജസൗകുമാര്യം. തൃശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിൻ്റെ പ്രൗഢിയും അന്തസ്സും തലയെടുപ്പുമായ പൂരനായകൻ തുടങ്ങി വിശേഷണങ്ങൾ ഏറെയുള്ളവനായിരുന്നു ഈ സഹ്യപുത്രൻ. ഈ ആനയിഴകിൻ്റെ പൂർണ്ണതയ്ക്ക് കളഭകേസരി, മാതംഗകേസരി, സഹ്യവാരണ വീരൻ തുടങ്ങി നിരവധി പട്ടങ്ങളും ബഹുമതികളും തേടിയെത്തിയിട്ടുണ്ട്. തിരുവമ്പാടിയിലെത്തുന്നതിന് മുമ്പേ തന്നെ പാറമേക്കാവ് വിഭാഗത്തിൻ്റെ പൂരത്തിലും പൂക്കോടൻ ശിവനായിരിക്കുന്ന കാലത്ത് ശിവസുന്ദർ പങ്കെടുത്തിരുന്നു. അപ്പോൾ തിരുവമ്പാടിയിലും പാറമേക്കാവിലും മാറി മാറി പങ്കെടുത്തിട്ടുള്ള ഒരു ആനയാണ്. അപ്പോൾ പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ ഭാരവാഹി എന്ന നിലയിൽ എങ്ങനെ ഇവൻ്റെ ഒരു വിയോഗത്തെ നോക്കിക്കാണുന്നു? ഈ ശിവസുന്ദറിൻ്റെ ഒരു വിയോഗം എന്ന് പറഞ്ഞാൽ ഇന്ന് ഉത്സവാഘോഷങ്ങൾക്കും അതുപോലെ ഉത്സവപ്രേമികൾക്കും ഈ ആനപ്രേമികൾക്കൊക്കെ ഒരു വലിയൊരു തീരാനഷ്ടമാണ് ശരിക്കും ഉണ്ടായിട്ടുള്ളത്. ഒരു കാലഘട്ടത്തിൽ തൃശ്ശൂർ പൂരത്തിന് പാറമേക്കാവിലെ കൂട്ടാനിയായിട്ടാണ് സ്ഥിരം ഈ പൂക്കോടൻ ശിവൻ എന്ന ആന വന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഈ ആന വരുന്ന സമയത്തൊക്കെ ഞങ്ങളുടെ മനസ്സിലെന്നും തോന്നുമായിരുന്നു ഇത് പാറമേക്കാവിൽ ഭഗവതിക്ക് സ്വന്തമാക്കണമെന്നൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ആ സമയത്താണ് ഈ തിരുവമ്പാടി ചന്ദ്രശേഖരൻ്റെ ആ വിയോഗം തിരുവമ്പാടിക്കുണ്ടായ സമയത്ത് അവർക്ക് എഴുന്നള്ളിപ്പാന ഇല്ല എന്നുള്ള ഒരു ഇത് വന്ന സമയത്ത് അന്ന് തിരുവമ്പാടിയിലത്തെ ഒരു മെയിൻ പ്രവർത്തകനായിട്ടുള്ള നമ്മുടെ വ്യവസായി സുന്ദർജി ആ സമയത്ത് ആനകൾക്ക് ഒരു ഇത്രയും വിലയില്ലാത്ത സമയത്തടക്കം പോയിട്ട് ഈ ശിവസുന്ദർ പൂക്കോടൻ ശിവനെ തിരുവമ്പാടിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആൾ ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചുകൊണ്ടാണ് തിരുവമ്പാടി കിട്ടിയത്. അമ്പതിനോടടുത്ത പ്രായം മാത്രമുണ്ടായിരുന്ന ശിവസുന്ദരൻ്റെ അഴകിനും പ്രയാണത്തിനും കാലൊച്ചകൾക്കും വീരേതിഹാസ ചരിതങ്ങൾക്കുമായി ഉത്സവപ്പറമ്പുകൾ ഏറെ ആഗ്രഹത്തോടെ കാത്തിരുന്നുവെങ്കിലും കാലം ഇനിയും ഇവനു മുൻപിൽ ബാക്കിയുണ്ടായിരുന്നുവെങ്കിലും ശിവസുന്ദര ചരിതങ്ങൾക്ക് തിരശീല വീഴുകയായിരുന്നു. ഏവരിലും വലിയ വിള്ളലും ആഘാതവും നൊമ്പരവും ഏൽപ്പിച്ചുകൊണ്ട് തൃശൂർ പൂരത്തിനും പൂരപ്പറമ്പുകളിലും അഴകിൻ്റെ സമഞ്ജസ സമ്മേളനമായി തിടമ്പേറ്റി എഴുന്നള്ളിയെത്തുന്ന വീരനായകൻ ശിവസുന്ദര പെരുമാളിൻ്റെ രൂപം ചിത്രവും ചരിത്രവുമായി മാത്രം അവശേഷിക്കുകയാണ്. ശിവൻ ജന്മം കൊണ്ട കോടനാട് കാട്ടിലേക്ക് തന്നെ അവസാനം മണ്ണടിയാൻ വിധിക്കപ്പെട്ടിട്ട് പോലും ഇവിടെ നിന്നും പോകാൻ ശിവസുന്ദരൻ്റെ ആത്മാവിന് ഒട്ടും താല്പര്യമില്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ രംഗം. 30 വർഷത്തോളം അവനെ
പോറ്റി വളർത്തിയ ഉടമയായ പൂക്കോടൻ ഫ്രാൻസിസിൻ്റെ പുതുക്കാടുള്ള ഹോട്ടൽ സമുച്ചയത്തിന് സമീപത്തെത്തിയപ്പോൾ തൻ്റെ ചേതനയറ്റ ശരീരവുമായി പോകുന്ന വാഹനം താൻ കളിച്ചു വളർന്ന പുതുക്കാടിൻ്റെ മണ്ണിൽ 30 മിനിറ്റോളം നിശ്ചലമായി നിന്നത്. ശിവസുന്ദറിൻ്റെ വിയോഗം നമ്മൾക്കെല്ലാവർക്കും തരുന്നത് ഒരു പാഠം കൂടിയാണ്. മാരക രോഗങ്ങളും ദുരന്തങ്ങളും ഗജഗണങ്ങൾക്ക് വിളിച്ചു വരുത്തുന്നതിനേക്കാൾ വരാതെ സൂക്ഷിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കാം എന്ന പാഠം. ഒപ്പം ഉത്സവങ്ങളും ആനകളും എക്കാലവും നിലനിൽക്കാൻ കൂട്ടായി പ്രവർത്തിക്കാം എന്ന സന്ദേശവും. ആനകളുടെ നിലനിൽപ്പിനും പരിചരണത്തിനും ആരോഗ്യത്തിനും കൂട്ടായ പരിശ്രമങ്ങളും പ്രവർത്തനങ്ങളും ഇനി ആവശ്യമാണ്. ആനകൾ എക്കാലവും നാമാവശേഷമാകാതെ നിലനിൽക്കട്ടെ. ശിവസുന്ദരനെ പോലെയുള്ള അഴകിൻ്റെ തമ്പുരാന്മാർ ഇനിയും പിറവിയെടുക്കട്ടെ എന്നും ശിവന് പുനർജന്മമുണ്ടാകട്ടെ എന്നും ഏവരെയും പോലെ ഞങ്ങളും ആഗ്രഹിക്കുന്നു. ഒരു ഗജേന്ദ്ര മോക്ഷം പോലെ ചാർത്തിക്കിട്ടിയ പട്ടങ്ങളും ചമയങ്ങളുമെല്ലാം അഴിച്ചുവെച്ച് ആളും ആരവങ്ങളും വാദ്യഘോഷങ്ങളുമില്ലാത്ത ലോകത്തേക്ക് ശിവസുന്ദർ യാത്രയായപ്പോൾ തീരാനഷ്ടത്തിൻ്റെ കണ്ണീരണിയുകയാണ് ആനക്കേരളം. അഴകിൻ്റെ ആനരൂപമായിരുന്നു തിരുവമ്പാടി ശിവസുന്ദർ. ആനച്ചന്തത്തിൻ്റെ അവസാന വാക്ക്. നിലവിനേക്കാൾ ഉപരിയായി അഴകുകൊണ്ട് കേരളത്തിലെ അത്രമാത്രം ആരാധക വൃന്ദത്തെ ഉണ്ടാക്കിയെടുത്തവനാണ് തിരുവമ്പാടി ശിവസുന്ദർ. സ്ഥിരമായി തളച്ചിടാറുള്ള ഈ കെട്ടുന്തറിയിൽ നിന്ന് ശിവൻ്റെ സാമീപ്യമില്ല. എല്ലാവരെയും കണ്ണീരിലാഴ്ത്തി ശിവൻ ആനകേരളത്തിൽ നിന്ന് വിട പറഞ്ഞു കഴിഞ്ഞു. അവൻ എത്രമാത്രം ആരാധകർക്ക് പ്രിയങ്കരനായിരുന്നുവെന്ന് തെളിയിക്കുന്നതായിരുന്നു വിയോഗച്ചടങ്ങിൽ പങ്കെടുത്ത ആ ജനക്കൂട്ടം. നെഞ്ചുപൊട്ടിക്കരഞ്ഞാണ് അവർ ശിവനെ കണ്ണീരോടെ യാത്രയാക്കിയത്. ഉത്സവപ്പറമ്പുകളിൽ ഉദിച്ചുയർന്ന ആ ഗജരാജ തേജസ് ഇനിയില്ല എന്ന കാര്യം സങ്കല്പിക്കാൻ കൂടി ആർക്കും കഴിയുന്നില്ല. അത്രമാത്രം വിടവാണ് ഇവൻ്റെ വിയോഗത്തോടെ ആനകേരളത്തിന് ഉണ്ടായിരിക്കുന്നത്. എങ്കിലും ആനപ്രേമികളുടെയും ആരാധകരുടെയും മനസ്സിൽ ശിവസുന്ദർ എക്കാലവും തലയെടുപ്പോടെ തന്നെ ഒളിമങ്ങാതെ നിലകൊള്ളുകയും ചെയ്യും. അഴകിൻ്റെ തമ്പുരാൻ തിരുവമ്പാടി ശിവസുന്ദറിന് ആനപ്പെരുമ സംഘത്തിൻ്റെ കണ്ണീർ പ്രണാമങ്ങൾ. ഇതോടെ സൂര്യവുഡ് ആനപ്പെരുമയുടെ ഒരു അധ്യായത്തിന് കൂടി ഇവിടെ തിരശീല വീഴുകയാണ്. വീണ്ടും കണ്ടുമുട്ടാം അടുത്ത അധ്യായത്തിൽ.